यशोदनन्दना व्रज जनरञ्जना यशोदनन्दना व्रज जनरञ्जना यशोदा यमुनतीरावनचारि यमुनातीरावनचारि जय राधा माधवा जय कुंज बिहारी जय राधा माधवा कृष्ण हरे कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण हरे हरे कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण हरे राम हरे कृष्ण 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 हरे हरे राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण कृष्ण हरे 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 राम 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 हरे हरे कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण
നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദിരയേ. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പതേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്ത കാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരീ വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. നമോ ബ്രഹ്മണ്യദേവായ ഗോബ്രാഹ്മണഹിതായ ച ജഗദ്ഹിതായ കൃഷ്ണായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭോ നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. നമ്മുടെ 3 ദിവസത്തെ സത്സംഗ ശിബിരമാണ് ഇവിടെ നടക്കുന്നത്. ഇന്ന് 3-ാമത്തെ ദിവസം, അവസാനത്തെ ദിവസം. നമ്മൾ 6 ശത്രുക്കളെ കുറിച്ചായിരുന്നു ഇന്നലെ 2 ദിവസവും ചർച്ച ചെയ്തത്. കാമ, ക്രോധ, മോഹ, ലോഭ, മത, മാത്സര്യം. നമുക്ക് ഉള്ളിൽ അസൂയ ഉണ്ട്, മോഹവലയത്തിൽ കുടുങ്ങുന്നവരാണ് നമ്മൾ. അഹങ്കാരം, ഡംഭം ഉണ്ട്, ഇതെല്ലാം നമുക്കുണ്ട്. പക്ഷേ ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞതുപോലെ ഈ 6 വിഷയങ്ങൾക്കും 6 കൽമഷങ്ങൾക്കും 2 എണ്ണമാണ് മൂലകാരണം. ഏതൊക്കെയാണ്? കാമ, ക്രോധം. വളരെ പ്രാധാന്യമുണ്ട്. ഒരിക്കൽ സ്വാമി പ്രഭുപാദർ പറഞ്ഞു, ഒരാൾ ചോദിച്ചു പ്രഭുപാദരടുത്ത്, ഞാൻ ഭക്തനാവണമെങ്കിൽ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. പ്രഭുപാദ് സ്വാമികൾ പറഞ്ഞു, ആദ്യം നീ ഒരു ജെന്റിൽമാൻ ആവണം എന്ന് പറഞ്ഞു, എന്നിട്ടേ ഭക്തനാവും. ഇവിടെ കൂടിയിരിക്കുന്നവരുടെ മനസ്സിൽ എപ്പോഴെങ്കിലും ഒരു സംശയം തോന്നിയിട്ടുണ്ടോ? ഇദ്ദേഹം ഭക്തനല്ലേ, നാമം ജപിക്കുന്ന ആളല്ലേ, എന്നിട്ടും എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? ഭക്തന്മാർക്ക് ചേരാത്ത പ്രവൃത്തികളാണല്ലോ ഇദ്ദേഹം ചെയ്യുന്നത് എന്ന് നമ്മൾ ആരെങ്കിലും കുറിച്ച് മനസ്സിൽ ഒരു തവണയെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ലേ? ഉണ്ട്. ചിലപ്പോൾ നമുക്ക് യോജിക്കാൻ പറ്റില്ല.
ഒരു ഭക്തൻ ഇങ്ങനെ ആയിരിക്കണം എന്ന് ഗീത പറയുന്നു, ഭാഗവതം പറയുന്നു. ഒരു ആത്മീകവാദി എങ്ങനെ ആയിരിക്കണം എന്ന് ജീസസ് പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും അറിയാം, പക്ഷെ ആരും പാലിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. എന്താണ്? ഒരു സൈഡ് അടിച്ചാൽ എല്ലാവർക്കും, ആരെങ്കിലും അത് ചെയ്യോ? അത്രയ്ക്കും ഇല്ലെങ്കിലും ഭാഗവതം പറയുന്നു, ഈ 6 കൽമഷങ്ങളെ ഒരു ഭക്തൻ ജയിക്കണം. എക്കോ വരുന്നുണ്ടോ? കുറേ മുഴങ്ങുന്നു. ഈ 6 കൽമഷങ്ങൾ ഉള്ളിലുള്ളതിനെ ഇല്ലാണ്ടാക്കണം. ഉദ്ധവ, കൃഷ്ണ ഭഗവാൻ പറയുന്നു ശ്രീമദ് ഭാഗവതം 11-ാം സ്കന്ധത്തിൽ, ഉദ്ധവ, നിന്റെ ശത്രു പുറത്തില്ല, നിന്റെ ശത്രു എവിടെയാ? ഉള്ളിൽ തന്നെ. നമ്മളെ ആരെയും തന്നെ വെളിയിലുള്ള ഒരാൾക്ക് തോൽപ്പിക്കാൻ സാധിക്കില്ല. ഇത് ചരിത്രം തെളിയിച്ച ഒരു സത്യമാണ്. ഇപ്പം നോക്കിക്കോളൂ, ഇന്ത്യ, പാകിസ്ഥാൻ, ഈ 2 രാജ്യങ്ങൾക്കും തീരാത്ത ഒരു ശത്രുതയുണ്ട്. ഉണ്ടോ? ഇല്ലേ? ഉണ്ട്. നോർത്ത് കൊറിയ, സൗത്ത് കൊറിയ, ചില രാജ്യങ്ങൾക്ക് ഇതൊക്കെ ഈ അടുത്ത കാലത്ത് ആര് വിചാരിച്ചാലും തീർക്കാൻ പറ്റില്ല, ഈ ശത്രുതയൊക്കെ. അത് ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, ഞാൻ മറന്നുപോയി. ബെസ്റ്റ് ഫ്രണ്ട്സ് വിൽ മേക്ക് ദ വർസ്റ്റ് എനിമീസ് എന്ന് പറയും. ഇവരൊക്കെ ആരാണ്? 1940 മുമ്പേ ഭാരതീയരും പാകിസ്ഥാനികളും ആരായിരുന്നു? എല്ലാം ഒരു രാജ്യത്തിന് ബ്രദേഴ്സായിരുന്നു. വെളിയിലിരുന്ന് 3ാമത്തെ ശക്തി അല്ല വന്ന് ഇവരെ പിരിച്ചത്. ഇവരെ പിരിച്ചത് ആരാ? ഇവർ തന്നെയാണ്. അർജുന, ഉദ്ധവ, മനപരം കാരണമാമനന്തി, നിന്റെ മനസ്സ് തന്നെയാ നിനക്ക് ശത്രു. നിന്റെ ഉള്ളിലാ. ഒരു കുടുംബത്തിനെ നശിപ്പിക്കുന്നത് അവർ തന്നെയാണ്, വേറെ ആരെങ്കിലല്ല വന്നിട്ടല്ല ചെയ്യുന്നത്. ഒരു ബന്ധം, ഒരു കച്ചവടം, ഒരു കൂട്ടായ്മ, ഇതിനെയെല്ലാം നശിപ്പിക്കുന്നത് അവർ തന്നെയാണ്. നമ്മുടെ യഥാർത്ഥ ശത്രു എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ളത്. ഈ 6നും മൂലകാരണം ഏതാണ്? കാമവും ക്രോധവും. ഈ കാമക്രോധത്തിനും മൂലകാരണം കാമം. ഈ 2 സാധനം നമ്മൾ നേടുന്ന എല്ലാ പുണ്യങ്ങളെയും ഇല്ലാണ്ടാക്കി കളയും. ഈശ്വരൻ്റെ കൃപ, കാരുണ്യം എപ്പോഴും വെള്ളത്തിനോടാ താരതമ്യപ്പെടുത്തുന്നത്. ദൈവത്തിൻ്റെ കൃപ എപ്പോഴും വെള്ളത്തിനോട് കമ്പയർ ചെയ്യും. കരുണാസാഗർ, കൃപാസാഗർ, എല്ലാം വെള്ളത്തിനോട്. എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ദയാ അഗ്നി? അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടോ? ദൈവത്തിൻ്റെ കാരുണ്യം തീയിനോട് കമ്പയർ ചെയ്യോ? ഇല്ല. ദയാസാഗർ, കരുണാസാഗർ. പിന്നെ മഴയോട് കാരുണ്യവർഷം. ഈശ്വരൻ്റെ കാരുണ്യം വെള്ളത്തിനോടാ താരതമ്യപ്പെടുത്തുന്നത്. ഇപ്പം മഴ പെയ്യുവാണെങ്കിൽ 12ാമത്തെ വീട്ടിലും പെയ്ത്, 13 പെയ്ത്, 14 പെയ്യാതെ 15 അങ്ങനെയൊക്കെ മഴ പെയ്യോ? ഇപ്പം അങ്ങനെയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഈശ്വരൻ്റെ കാരുണ്യം എല്ലാവർക്കും ഒരുപോലെയാണ്. പക്ഷേ നമ്മളെ കയ്യിൽ ശരിയായ പാത്രമുണ്ടെങ്കിൽ ആ വെള്ളം എടുത്തുകൊണ്ട് വരും. എൻ്റെ തപോബലം അതാണ് ഈ പാത്രം. എന്താണ് തപോബലം? ദിവസവും സൂര്യ ഉദയത്തിന് മുമ്പ് എഴുന്നേൽക്കുക, കുറച്ച് നാമം ജപിക്കുക. ഇതൊക്കെയാണ് തപശക്തി. ഇത് പാത്രമാണ്. ഇത് കൊണ്ടുപോകുമ്പോൾ ആ വെള്ളം പിടിച്ചുകൊണ്ട് വരാം. ഇപ്പോൾ ഈ സത്സംഗത്തിൽ വന്ന് നാമജപം ചെയ്യുന്നവരുടെ എല്ലാവരുടെ കയ്യിലും പാത്രമുണ്ട്, ഇല്ലാതെ അല്ല. പക്ഷെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എല്ലാ പാത്രത്തിലും നമ്മൾ 2-3 തുളയിട്ട് വെച്ചിരിക്കുക. തുള എല്ലാം കൂടെ താഴെ പോകും. ചില പാത്രം മുഴുവനും തുളയാണ്, കംപ്ലീറ്റ് ദ്വാരം എല്ലാം കൂടെ താഴെ പോകും.
ഈ രണ്ട് സാധനം, ഇത് രണ്ടുമാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ പാപത്തിൻ്റെ ബീജം. കാമയേശ ക്രോധയേശ രജോ ഗുണ സമുദ്ഭവ മഹാപാപ്മോ. ഞാൻ ഉണ്ടാക്കുന്ന എല്ലാ പുണ്യത്തിനെയും നശിപ്പിക്കാൻ കഴിവുള്ളതാ ഈ രണ്ട് സാധനം. ഏതൊക്കെയാ? കാമക്രോധം. ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞു, ഒരു തവണ വേദങ്ങൾ ഒരു കാര്യത്തിനെ പറഞ്ഞാൽ അത് സത്യം. വേദം 3 തവണ ആവർത്തിച്ച് പറഞ്ഞാൽ അത് പരമസത്യം. 3 പ്രാവശ്യം പറയുമ്പോൾ പരമസത്യമെങ്കിൽ കാമക്രോധാദികളെക്കുറിച്ച് കൃഷ്ണ ഭഗവാൻ ഗീതയിൽ 8, 10, 12 ശ്ലോകം പറഞ്ഞിരിക്കാൻ പ്രാധാന്യമില്ലെങ്കിൽ അത് പറയോ? കാമയേശ ക്രോധയേശ കാമക്രോധ വിമുക്താനാം കാമൈസ്തൈസ്തൈർ ഹൃതജ്ഞ, പിന്നെ ക്രോധാത് ഭവതി സമ്മോഹ. എത്ര ശ്ലോകത്തിൽ ദേഷ്യം പാടില്ല, ദേഷ്യം പാടില്ല, ദേഷ്യം പാടില്ല വീണ്ടും വീണ്ടും പറയുന്നുണ്ട്. നമ്മളിൽ എത്ര പേർക്ക് ദേഷ്യമുണ്ട്? ആർക്കും? എല്ലാവർക്കും. ദേഷ്യം വരുമ്പോൾ മുഖം നിറമെല്ലാം മാറി, ചുണ്ടൊക്കെ തുടിച്ച്, നല്ല ബോധപൂർവം അറിയാം ഇത് പറയാൻ പാടില്ല എന്ന് നല്ലോണം അറിയാം, അറിഞ്ഞിട്ട് ആ വാക്ക് പറയാം. മനഃപൂർവ്വം കേൾക്കുന്നാൽ വേദനിക്കട്ടെ, അറിഞ്ഞ് തെറ്റ് ചെയ്യുക. പറയാൻ പാടില്ലാത്തത് പറയുക, പ്രവർത്തിക്കാൻ പാടില്ലാത്തത് പ്രവർത്തിക്കുക. ശത്രുവിനെ തോൽപ്പിക്കുന്നു എന്ന് വിചാരിച്ചുകൊണ്ട് സ്വയം നശിക്കുക. ഇതെല്ലാം ചെയ്ത അനുഭവം ആർക്കെങ്കിലും ഉണ്ടോ? ഉണ്ടോ? ഇല്ലേ? ഉണ്ട്. അതെ, നിനക്കും ഉണ്ടോ? അത് ശരി, ഓക്കെ, താങ്ക് യു. നമ്മൾ ആരെയോ തോൽപ്പിക്കുന്നു എന്ന് വിചാരിച്ചുകൊണ്ട് ഈ ദേഷ്യത്തിൻ്റെ അവസാനം ഞാൻ എന്നെ തന്നെ ശിക്ഷിക്കും. എന്ത് മണ്ടത്തരമാണ്! ആരെങ്കിലും ചെയ്ത തെറ്റിന് ഞാൻ പോയി തല ചുമരി വെച്ച് അടിക്കേണ്ട വല്ല കാര്യമുണ്ട്? ഞാൻ എന്നെ ശിക്ഷിക്കുക. മഹാപാപമാണ് ഇത്. സാധാരണ വീട്ടിലൊക്കെ സംഭവിക്കുന്നതാ. പിണങ്ങിയ കഴിക്കൂല. ഞാൻ ആരുടെടുത്തെങ്കിലും വഴക്കിട്ട ഫസ്റ്റ് പോയി കഴിച്ചിട്ടൊക്കെ വന്നിട്ടേ വഴക്ക്. അങ്ങനെ എത്ര പേരുണ്ട്? വഴക്കിട്ടാ കഴിക്കൂല, പിന്നെ അത് ചെയ്യൂല, പിന്നെ ഭർത്താവിൻ്റെ അടുത്ത് 3 ദിവസം മിണ്ടൂല. ഇവരെ വിചാരം മിണ്ടാതിരുന്ന അയാൾ വിഷമം, അയാൾ ഉള്ളിൽ അയ്യോ ഈ വഴക്ക് തീരാനേ പാടില്ല എന്നായിരിക്കും വിചാരിക്കുന്നത്. അതെ, അയാൾ ഭയങ്കര സന്തോഷത്തിലാണ്. ഈ കാര്യം പാപമാണ്. പിന്നെ ഈ ദേഷ്യത്തിന് പല പല ദോഷങ്ങളുണ്ട്. ഒന്ന്, ദേഷ്യം വരുമ്പോൾ ഓർമ്മ വെച്ച കാലം തൊട്ടുള്ള എല്ലാ ദുഃഖവും മനസ്സിൽ ഒന്നും കൂടെ റീപ്ലേ ആവും. ഇപ്പം നമ്മൾ തമ്മിലൊരു വഴക്കായി, വഴക്ക് കഴിഞ്ഞു, പ്രാവൊക്കെ പറത്തി, ഹാൻഡ് ഷേക്കൊക്കെ കൊടുത്ത് തീർന്ന പ്രോബ്ലം. അടുത്ത വഴക്കുണ്ടാകുമ്പോൾ ഇതെല്ലാം വീണ്ടും പൊങ്ങി വരും. ഇത് ഓൾറെഡി തീർന്ന പ്രശ്നമാണ്. ഓർമ്മ വെച്ചത് തൊട്ട് അങ്ങനത്തെ അനുഭവം ആർക്കെങ്കിലും ഉണ്ടോ? വഴക്കായി കഴിഞ്ഞു, എനിക്ക് പറഞ്ഞു തീർക്കേണ്ട ആവശ്യമേ ഇല്ല, എല്ലാവരും ദിവസം അതിൽ കൂടെയാ കടക്കുന്നത്. നീ അപ്പം ഇത് ചെയ്തില്ലേ, ഇപ്പം അതൊക്കെ തീർന്നില്ലേ, അതൊന്നും ശരിയാ, എല്ലാം തിരിച്ചു വരും. ഇത് ഈ മനസ്സിൻ്റെ ഒരു പ്രത്യേകത. വേണ്ടാത്ത കാര്യം മാത്രം ഓർത്തു വെച്ചു. എത്രയോ നന്മകളുണ്ടായി അതെല്ലാം മറന്നിട്ട് ആ വേദന, ആ ദുഃഖത്തിനെ മാത്രം, വേദനയെ മാത്രം ഓർമ്മിക്കുന്ന ഒരു പ്രത്യേക കഴിവ് ഈ മനസ്സിനുണ്ട്. പിന്നെ ഇനിയൊന്ന്, നിമിഷ നേരം കൊണ്ട് 40 കൊല്ലം 30 കൊല്ലം എൻ്റെ ജീവിതത്തിൽ ഒരുമിച്ചിരുന്ന ആളെ നിമിഷ നേരം കൊണ്ട് നീ എനിക്ക് വേണ്ട എന്ന് മാറ്റിവെക്കാൻ ഈ ദേഷ്യത്തിന് സാധിക്കും. വല്ലാത്ത ഒരു ശത്രുവ, ബാക്കി ഒന്നുമല്ല യഥാർത്ഥ വൈരി. അർജുന, നിന്റെ കാമവും ക്രോധവും തന്നെയാണ് നിന്റെ യഥാർത്ഥ ശത്രു. പുരാണങ്ങളിൽ കൗശികൻ എന്ന രാജാവ് വിശ്വാമിത്രനായി മാറിയ ഒരു മഹാകഥയുണ്ട്. ആരാ കൗശിക? വിശ്വാമിത്രൻ്റെ പഴയ പേര് കൗശിക്. ഈ കൗശികൻ
ഭയങ്കര ദേഷ്യവും ഞാൻ എന്ന ഭാവവുമുള്ള വ്യക്തിയാണ്. ഇന്ത്യയിൽ എത്ര സ്റ്റേറ്റ് ഉണ്ട്? 12? ഇന്ത്യയിൽ എത്ര സ്റ്റേറ്റാ? 28? ഉറപ്പാ? ഓക്കെ, നോക്കട്ടെ, എല്ലാവരുടെയും ജനറൽ നോളജ് ടെസ്റ്റ് ചെയ്യട്ടെ. ഇന്ത്യൻ പ്രസിഡന്റ് ആരാ? മുർമുറേ. ശരി, അത് ചിലപ്പോൾ നിങ്ങളെല്ലാവരും പറഞ്ഞെന്നിരിക്കും. വൈസ് പ്രസിഡന്റ് ആരാ? ശരി. അപ്പോൾ ഭാരതത്തിൽ 10-24 സംസ്ഥാനങ്ങളുണ്ട്. ഏത് സ്റ്റേറ്റിലുള്ളവർക്കാ ഈ അഹങ്കാരവും ദേഷ്യവും ഇതെല്ലാം കൂടുതൽ? കേരളത്തിലല്ല, കണ്ണൂരാ. ഇത് വല്ലാത്ത ഒരു സ്വഭാവമാണ്. ഒരു വസ്തുവിനെ വളർത്തില്ലത്. എനിക്ക് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ഇനിയൊരാൾക്ക് കിട്ടാൻ പാടില്ല. ഇതെല്ലാം ഈ ദേഷ്യത്തിൻ്റെ ഒരു പ്രവണതയാണ്. നമ്മൾ ഇന്നലെ സംസാരിച്ചു അഹങ്കാരം, മായ, ഇതിനെക്കുറിച്ചൊക്കെ. ആരെങ്കിലും കുറച്ച് നന്നായി എന്നല്ലെങ്കിൽ ഉയർന്നു എന്ന് അറിയുമ്പോൾ ഉള്ളിലൊരു നീരസം. പറഞ്ഞങ്ങനെ നശിപ്പിക്കാൻ പറ്റുമെങ്കിൽ നമ്മളതെല്ലാം ചെയ്തിരിക്കും. അതങ്ങനെയാണ്, ഇങ്ങനെയാണ്. വിശ്വാമിത്രൻ്റെ ജീവിതം ഒരു വലിയ മാറ്റമായിരുന്നു. കൗശികൻ, അത് അനലൈസ് ചെയ്യേണ്ട, ഡെലിബറേറ്റ്, ആഴത്തിൽ ചിന്തിക്കേണ്ട ഒരു കഥാപാത്രമാണ് പുരാണത്തിൽ വിശ്വാമിത്രൻ്റെ. കൗശികൻ എന്ന രാജാവായിരുന്നപ്പോൾ അയാളുടെ ജീവിതത്തിൽ അയാൾ മാത്രമേ ഉള്ളൂ. അവിടെ ഇരുന്ന് ഒരു മനമാറ്റം സംഭവിച്ചു. വിശ്വാമിത്രൻ ലോകത്തിൻ്റെ എല്ലാം സുഹൃത്തായി. നമ്മളും പല സമയത്ത് എൻ്റെ ലൈഫിൽ ഞാൻ മാത്രമേ ഉള്ളൂ. ഒരു തവണ ഈ കൗശികൻ രാജാവ് യുദ്ധത്തിനൊക്കെ പോയി തളർന്ന് ക്ഷീണിച്ച് എത്രയോ ദിവസം ഭക്ഷണമില്ലാതെ കൊണ്ടുവന്ന ദ്രവ്യങ്ങളെല്ലാം തീർന്ന് സൈന്യത്തിലുള്ളവരെല്ലാം ക്ഷീണിച്ച്, മൃഗങ്ങൾ ക്ഷീണിച്ച് വല്ലാത്ത അവസ്ഥയിൽ തിരിച്ചു വരിക. അവരുടെ സങ്കടം കണ്ടിട്ട് വസിഷ്ഠർ എല്ലാവർക്കും ഭക്ഷണം കൊടുത്തു. ഇന്നേ വരെ ജീവിതത്തിൽ അങ്ങനെ ഒരു ഭക്ഷണം ആരുമേ കഴിച്ചിട്ടില്ല. അത്രയ്ക്ക് സന്തോഷമായി. നന്ദിയല്ലേ പറയേണ്ടത്? ആ കൗശികൻ എന്ത് ചെയ്തു? ആ കാമധേനു പശു എനിക്കിതാന്ന് പറഞ്ഞു. ഇത് പുരാണ കഥയല്ല. നോക്കിക്കോളൂ മനുഷ്യൻ്റെ സ്വഭാവം. എത്ര പേര് താജ്മഹൽ പോയിട്ടുണ്ട്? കുറേ പേര് പോയിട്ടുണ്ട്. നമ്മൾ കൂടെ ഇടയ്ക്കിടയ്ക്ക് ഭക്തന്മാരെ വൃന്ദാവനത്തിൽ കൊണ്ടുപോകും. എല്ലാവരും പറയും താജ്മഹലും കൂടെ ഒന്ന് പോകും. 60 കിലോമീറ്ററല്ലേ ഉള്ളൂ വൃന്ദാവനത്തിൽ നിന്ന് ഒരു പ്രാവശ്യം. അപ്പം നമ്മൾ പറയും നമ്മൾ പുണ്യതീർത്ഥത്തിന് വന്നിരിക്കുക, താജ്മഹലിൻ്റെ അകത്ത് എന്താ വെച്ചിരിക്കുന്നത്? ശവം. ശ്മശാനത്തിൽ പോയിട്ട് ശരിയാണല്ലേ, പോകാൻ പാടില്ല. പിന്നെ ഈ 100 പേരും നമ്മളറിയാതെ അവസാന ദിവസം താജ്മഹൽ പോയി. പക്ഷെ അതൊരു വളരെ മനോഹരമായ കെട്ടിടമാണ്. അതിലൊരു തർക്കമില്ല. നല്ല ബ്യൂട്ടിഫുൾ കെട്ടിടമാണ്. പക്ഷെ അത് കെട്ടിക്കഴിഞ്ഞതിന് ശേഷം ആ രാജാവ് എന്ത് ചെയ്തു? പണിക്കാരന്മാരുടെ എല്ലാവരുടെയും എന്ത് ചെയ്തു? വിരൽ വെട്ടിയെടുത്തു. ഇനി ഒരു കെട്ടിടം ഈ മനുഷ്യൻ, ഇതൊക്കെ എന്താ? നമ്മുടെ കൺമുമ്പേ ഇതെല്ലാം നടന്നിരിക്കും. ഇനി ഒരുത്തൻ ഇത് ചെയ്യാൻ പാടില്ല. ഇത് ചെറിയ രീതിയിലും നാട്ടുകാർക്കുണ്ട്. നമ്മളെ നാട്ടിൽ എത്രയോ കളരി ആശാന്മാരുണ്ട്, ജ്യോതിഷ വിദഗ്ധന്മാരുണ്ട്, വാസ്തുശാസ്ത്ര വിദഗ്ധന്മാരുണ്ട്. ഇവർ 100% ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കൂല. ഒരു 2 വിദ്യ ഒളിപ്പിച്ച് വെച്ചേക്കും. മൃദംഗ ടീച്ചർ അങ്ങനെയാണോ? എല്ലാം പഠിപ്പിച്ചു കൊടുക്കോ? ഇല്ല, 2 മാറ്റി കുറച്ച് വിദ്യ അങ്ങ് ഒളിപ്പിച്ച് വെച്ചേക്കും. ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കൂല. നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും ആ ഒരു ത്വരയുണ്ട്. രാമാനുജ സമ്പ്രദായത്തിൽ
രാമാനുജാചാര്യർക്ക് വളരെ പ്രസിദ്ധനായ ദാസരഥി എന്നൊരു ശിഷ്യനാണ്. അതിസുന്ദരമായ കഥയാണ്. ദാസരഥി എന്നൊരു ശിഷ്യനുണ്ടായിരുന്നു രാമാനുജാചാര്യർക്ക്. അദ്ദേഹം ഒരു സുഖലോലുപന, എല്ലാം പെണ്ണ് പിടിക്കുക, ഭൗതിക സുഖങ്ങൾ ആസ്വദിക്കുക, താൻ വലിയ ജമീന്ദാർ എന്ന ഒരു അഹംഭാവം എല്ലാവരിടത്തും കാണിക്കുക, മറ്റുള്ളവരെല്ലാം നിസാരമായി സംസാരിക്കുക. നല്ലോണം എക്സാമിൻ ചെയ്ത് നോക്കൂ, നമ്മളും അത് ചിലപ്പോൾ അറിയാതെ ചെയ്യും. നമ്മളെക്കാളും വളരെ താഴേക്കിടയിലുള്ള ആൾക്കാർ നമ്മുടെ മുമ്പേ വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ മൈൻഡ് ചെയ്യില്ല, ഇറങ്ങിപ്പോയി സംസാരിക്കില്ല. അങ്ങനെ കാണിച്ച എക്സ്പീരിയൻസ് ആർക്കെങ്കിലും ഉണ്ടോ? ആർക്കും ഉണ്ട്. ചില സമയം നമ്മളവരെ ട്രീറ്റ് ചെയ്യുന്നത് വളരെ മോശമായിരിക്കും. ചിലപ്പോൾ നമ്മളെ സബോർഡിനേറ്റായിട്ട്, നമ്മളെക്കാളും താഴെ സഹായിയായിട്ട് ജോലി ചെയ്യുന്ന ആളായിരിക്കും. പക്ഷെ അയാളുടെ അടുത്ത് സംസാരിക്കുന്ന ധ്വനി ഇങ്ങനെയൊക്കെ, അത് ഞാൻ വലുതാണ് എന്ന് നമ്മൾ കാണിച്ചു കളയും. യഥാർത്ഥ വൈഷ്ണവൻ എല്ലാവർക്കും അവൈലബിളായിരിക്കണം, എല്ലാവർക്കും അയാളെ അപ്രോച്ച് ചെയ്യാൻ സാധിക്കണം. ജനങ്ങളുടെ ഹൃദയത്തിൽ ആ നേതാവിനെയോ ഗുരുവിനെയോ വൈഷ്ണവനെ കുറിച്ച് ഒരു പേടി തോന്നാൻ പാടില്ല. അയ്യോ, ഞാൻ എങ്ങനെ പോയി സംസാരിക്കും, ഞാൻ എങ്ങനെ സമീപിക്കും, അങ്ങനെ ഒരു ഭയമുണ്ടാകാൻ പാടില്ല. ഇറങ്ങി വന്ന് മറ്റുള്ളവരോട് തോളോട് തോൾ ചേർന്നവരെ സഹായിക്കാൻ സാധിക്കുന്ന ആളായിരിക്കണം. പക്ഷെ ഈ ശിഷ്യൻ അങ്ങനത്തെ, ഈ ജമീന്ദാർ അങ്ങനത്തെ വ്യക്തി അല്ലായിരുന്നു. ആര്? ദാസരഥി. വലിയ ധനാഠ്യനാ, എനിക്ക് ഇതെല്ലാം ഒരു നിമിഷം കൊണ്ടുപോകും. ഭാഗവതത്തിൽ കുന്തി മഹാറാണി പറയുന്നു, ജപട്ടീരമായ നിൽക്കുന്ന നേരം കൊണ്ട് കയ്യിലുള്ളതെല്ലാം പറിച്ചുകൊണ്ട് പോകും. ഒരു നിമിഷം മതി നമ്മുടെ കയ്യിലുള്ളത് കാണാതെ ആകാൻ. അല്ലേ? പൂന്താനം പാടിയിട്ടില്ലേ? എന്താണ്? മാളിക മുകളേറിയ മന്നൻ്റെ തോളിൽ 2-4 ദിനം കൊണ്ടൊരുത്തനെ. ഒരു സെക്കൻഡ് മതി കഥ മുഴുവനും മാറാൻ. എന്നാലും നമ്മൾ വിചാരിക്കുന്നു എല്ലാവർക്കും സംഭവിക്കും, പക്ഷെ അത് എനിക്ക് സംഭവിക്കില്ല. തീർച്ചയായും ആർക്ക് വേണമെങ്കിലും സംഭവിക്കും. അപ്പം ഇതിൽ അഹങ്കരിക്കാൻ ഒന്നും തന്നെയില്ല. ഇത് ഒന്നുമേ നമ്മൾ സൃഷ്ടിച്ചതല്ല. ജന്മന എത്ര വ്യത്യാസം ആൾക്കാരിൽ. ചിലർക്ക് ഭയങ്കര ബുദ്ധി, ചിലർക്ക് നല്ല പാടാനും. ഞാനും പാട്ട് പാടാൻ ശ്രമിക്കും. അപ്പോൾ എത്ര പാടിയാലും അവസാനം ഒരേ ട്യൂണിൽ വന്ന് നിൽക്കും. 20 കൊല്ലമായിട്ട് 2ാമത്തെ ട്യൂണ് പാടാനേ പറ്റിയിട്ടില്ല. ഈ ചിലരൊക്കെ കുട്ടികളൊക്കെ നല്ലോണം പാടുമ്പോൾ എനിക്ക് അസൂയുണ്ട്. പോയി ഇരുന്ന് വെളുക്ക് ഒരു ട്യൂൺ പാടും, അടുത്ത ദിവസം അതിൽ തുടങ്ങും, തീരുമ്പോൾ വേറെ ട്യൂണായി പോകും. അതോടെ എനിക്ക് മനസ്സിലായി ഇത് എനിക്കുള്ളതല്ല എന്ന് മനസ്സിലായി. ജന്മനാ കിട്ടുന്ന സിദ്ധികളാണ്. ചിലർക്ക് ഇവിടെ എത്ര പേർക്ക് മാത്സ് വെറുപ്പാണ്? ഒരുപാട് പേർക്ക് മാത്സ് ഇഷ്ടമല്ല. പക്ഷെ ചിലർ മാത്സിൽ എക്സ്പേർട്ടാണ്. അത് ജന്മനാ കിട്ടുന്ന സിദ്ധികളാണ്. അതങ്ങനെ അവർ കൾട്ടിവേറ്റ് ചെയ്യുന്നു. അല്ലാതെ ഈ മോട്ടിവേഷണൽ ആൾക്കാരൊക്കെ പറയുന്നത് പോലെ കം ഓൺ റൈസ് യു പ്രാക്ടീസ്, അതൊന്നും അങ്ങനെ ഒന്നും സംഭവിക്കില്ല. വിജയിക്കുന്ന 2 ആളെ ഈ ലോകം പ്രൊമോട്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. തോൽക്കുന്ന 98 പേര് പുറകെയുണ്ട്. അതിനെക്കുറിച്ച് ആരും മിണ്ടണില്ല. അതൊക്കെ വെറുതെയാണ്. ആ വാസന ഉണ്ടെങ്കിൽ മാത്രമേ അവനത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ദാസരഥി ആരെയും ബഹുമാനിക്കില്ല, എല്ലാവരെയും നീചനായി കാണും. ഭയങ്കര ഇതുള്ള വീക്ക്നെസ് ഉള്ള ഒരു വ്യക്തിയാണ്. അങ്ങനെയൊക്കെ ചുറ്റി നടക്കുന്ന ആളായിരുന്നു ദാസരഥി. നാട്ടുകാരും അയാളെടുത്ത് സംസാരിക്കില്ല, എല്ലാവരും വെറുക്കുമായിരുന്നു. കാമക്രോധാദികളുടെ ഒരു സ്വരൂപമാണ്. ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ നല്ല ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. നല്ല ഒരു കഥയാണ്, നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ പറ്റിയ ഒരു കഥയാണ്. ഒരു ഭിക്ഷക്കാരൻ, ഒരു ദരിദ്രനുണ്ടായിരുന്നു ഒരു നാട്ടിൽ. ആരും അയാളുടെ അടുത്ത് മിണ്ടൂല്ല. നിങ്ങൾ ആരെങ്കിലും ഒരു ഭിക്ഷക്കാരൻ്റെ കൂടെ സെൽഫി എടുത്ത എക്സ്പീരിയൻസ് ആർക്കെങ്കിലും ഉണ്ടോ? ഭിക്ഷക്കാരെ പോലെ പിന്നെ ഒരു സെൽഫി എടുത്തോട്ടെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല. അതേ ഒരു സെലിബ്രിറ്റി
ഒരു ഉയർന്ന ആൾ, ഒരു രാഷ്ട്രീയക്കാരൻ, ഒരു സിനിമാ താരം അല്ലെങ്കിൽ ഒരു കായിക താരം വന്നാൽ നമ്മൾ ഓടിച്ചെന്ന് എടുക്കും. ഭിക്ഷക്കാരൻ്റെ കൂടെ ആരെങ്കിലും സെൽഫി എടുക്കുമോ? അങ്ങനെ തോന്നിയിട്ടേ ഇല്ല നമുക്ക്, അല്ലേ? അപ്പോൾ ഇദ്ദേഹം ഒരു ദരിദ്രനായിരുന്നു. ആരുമേ വകവെക്കില്ല, ആരും മിണ്ടൂല. ഈ ലോകം അങ്ങനെയാ. പരാജയപ്പെടുന്നവർ വേണ്ട ആർക്കും, വിജയിക്കുന്ന ആൾക്കാർ മാത്രം മതി. പക്ഷേ ഈ ലോകത്തിൽ വിജയമുണ്ട്, പരാജയമുണ്ട്. ഇത് മാറ്റാൻ പറ്റില്ല. അത് ലോകത്തിൻ്റെ നിയതിയാണ്. ഒരു ദിവസം വിജയിച്ചാൽ അടുത്ത ദിവസം തോൽക്കും. ഇപ്പം ഇവിടെ തന്നെ 20 വർഷം 30 വർഷമായിട്ട് പാചകം ചെയ്യുന്ന സ്ത്രീകളുണ്ട്. എന്നാലും എത്രയോ ദിവസം കുളവാക്കൂലേ ഭക്ഷണം ഉണ്ടാക്കി. പിന്നെ ഭർത്താവിനെ കുറ്റം പറയും. രാവിലെ എണീറ്റ ഉടനെ ഇയാൾ ദേഷ്യപ്പെട്ടു, അതുകൊണ്ടാണ് ഇന്ന് പപ്പടം ഇങ്ങനെ ആയിപ്പോയത്. ആരുടെയെങ്കിലും തലയ്ക്ക് നമ്മൾ വയ്ക്കും. അത് മനുഷ്യൻ്റെ സ്വഭാവമാണ്. അവൻ്റെ തെറ്റ് ഒരിക്കലും അവൻ സമ്മതിക്കില്ല. ചിലരുണ്ട് വീട്ടിൽ സ്ഥിരം സാധനം പൊട്ടിക്കുന്നത്, എപ്പോഴും പൊട്ടിക്കും. അപ്പോൾ ഈ വൈഫ് ഹസ്ബൻഡിൻ്റെ അടുത്ത് വല്ലാത്ത ദേഷ്യപ്പെടുക. ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് എന്നും ഇത് വീണ് പൊട്ടി, എന്തെങ്കിലും നശിപ്പിച്ച്, മൊത്തം നശിപ്പിച്ച്, ഇനി ഒരു ദിവസം നമ്മളെ വീട് തന്നെ നശിപ്പിച്ച് കളയുക. ആൾ ഏത് സമയത്താണോ ഈ മനുഷ്യനെ കല്യാണം കഴിച്ചത് എന്നൊക്കെ. ഒരു ദിവസം ആ സ്ത്രീയുടെ കൈ തട്ടി ഒരു സാധനം പൊട്ടി. ഉടനെ അവർ പറഞ്ഞു, ആരാ ഇവിടെ കൊണ്ടുവന്ന് വെച്ചത്? എത്ര ദിവസം പറഞ്ഞിട്ടുണ്ട് ഇത് വെക്കാൻ പാടില്ലെന്ന്? സമ്മതിക്കില്ല. നമ്മൾക്കും ആ ത്വരയുണ്ട്. നമ്മൾ ഒരിക്കലും നമ്മുടെ കുറ്റം നമ്മൾ സമ്മതിക്കില്ല. അപ്പം ദാശരഥി അത്രയ്ക്കും ഞാൻ ഈ ഭക്തി സിദ്ധാന്ത സരസ്വതിയുടെ കഥ പറഞ്ഞു. ആ ദരിദ്രൻ, ആരും വേണ്ടില്ല. ഒരു ദിവസം ആ ദരിദ്രൻ വലിയ ധനാഠ്യനായി മാറി, പൈസയൊക്കെ ഉള്ള ഒരു വലിയ ധനികനായി മാറി. അപ്പോൾ ഉടനെ നാട്ടുകാരെല്ലാം റോട്ടിൽ കാണുമ്പോൾ തൊഴും, വീട്ടിൽ വരും, ഒരു ദിവസം ലഞ്ചിന് വരും, സുഖമാണോ വീട്ടിൽ, എല്ലാവരും ചിരിച്ച് സംസാരിച്ച് ആദരിക്കാനൊക്കെ തുടങ്ങി. ആര് ചിരിച്ച് സംസാരിച്ചാലും ഇദ്ദേഹം പറയും, ഞാൻ പറഞ്ഞേക്കാം, ഞാൻ അറിയിക്കാം. അപ്പോൾ എല്ലാവരും വിചാരിക്കും ഇയാൾ എന്ത് മറുപടിയാണ് പറയണേ. എന്നിട്ട് വീട്ടിൽ വന്ന് പൂജാമുറിയും തുറന്ന് അകത്ത് കയറി മണിക്കൂറുകൾ അതിനകത്ത് പൂജയാണ്. ഒരു ദിവസം ഭാര്യ ചോദിച്ചു, നിങ്ങൾ എന്താ ചെയ്യുന്ന പൂജാമുറിയിൽ? അപ്പം അദ്ദേഹം പറഞ്ഞു, ഇന്നലെ വരെ ഞാൻ ദരിദ്രനായിരുന്നു, ആരുമേ എൻ്റെ അടുത്ത് സംസാരിച്ചില്ല, ചിരിച്ചത് പോലുമില്ല. ഇന്ന് ഞാൻ മഹാധനികനായി, എല്ലാവരും എൻ്റെ അടുത്ത് വഴിയേ നിന്ന് സംസാരിക്കുന്നു. അവർ ബഹുമാനിക്കുന്നത് എന്നെയല്ല, എൻ്റെ അടുത്തുള്ള പണത്തിനെയാണ്. നാളെ ഇത് എൻ്റെ കൈ വിട്ടു പോകുമ്പോൾ ഇവർ പഴയതുപോലെ ആകും. അതുകൊണ്ട് ലക്ഷ്മി എടുത്ത് പറയാ, വരുന്ന വഴിക്ക് രാജേഷ് കുമാർ അങ്ങേ അന്വേഷിച്ചു, സോമശേഖരൻ അങ്ങേ നോക്കി ചിരിച്ചു. കാരണം ഈ ക്രെഡിറ്റൊക്കെ എൻ്റെതല്ല. ആരുടെയാ? ഭക്തി സിദ്ധാന്ത സരസ്വതി, അതായത് പ്രഭുപാദ് സ്വാമികളുടെ ഗുരു പറഞ്ഞു, ഇതുപോലെ ആയിരിക്കണം ഒരു ഭക്തൻ. എന്തെങ്കിലും ജീവിതത്തിൽ മറ്റവർക്ക് ലഭിക്കാത്തത് നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ദൈവത്തിനോട് നന്ദി പറയുക. കാരണം ലോകം ബഹുമാനിക്കുന്നത് അല്ലേ. അപ്പോൾ ഇതൊരു വളരെ നമ്മുടെ ജീവിതത്തിൽ പരിശീലനം ചെയ്യാൻ പറ്റിയ ഒരു കഥയാണ്. അപ്പോൾ ഈ ദാശരഥി ഒരു ദിവസം നോക്കിയപ്പോൾ അവിടെ ഒരു നർത്തകി, അന്നുകാലത്തൊക്കെ ഈ ദാസി സമ്പ്രദായമുള്ള ഒരു കാലഘട്ടം, ഒരു നർത്തകി ശ്രീരംഗം, രംഗനാഥ്, എത്ര പേര് പോയിട്ടുണ്ട് ശ്രീരംഗം? ഒരുപാട് പേര് പോയിട്ടുണ്ട്. ആ നർത്തകി നടന്നു വരുന്നു. ഈ ദാശരഥി ജമീന്ദാർ എന്ത് ചെയ്യുന്നു? തൻ്റെ അംഗവസ്ത്രം ഇട്ട് കൊടുക്കാൻ. അപ്പം ആ സ്ത്രീ ഒരു കാല് വെച്ച ഉടനെ അംഗവസ്ത്രത്തിൻ്റെ ഇനിയൊരു ഭാഗം ഇട്ട് കൊടുക്കും. എന്തിന്? അടുത്ത കാല് വെക്കാൻ. അപ്പോൾ ആ ദാസി നടന്ന് പോകുന്നു. ഇദ്ദേഹം തൻ്റെ അംഗവസ്ത്രം ഇട്ടിട്ട് കൊടുക്കുക. നാട്ടുകാരെല്ലാം നോക്കി ചിരിച്ചു. എന്ത് ഭ്രാന്തായി ആക്ക്, എന്തൊരു മായ. ചിലപ്പോൾ ഈ കഥയൊക്കെ കേൾക്കുമ്പോൾ നമുക്കിതിൽ ബന്ധമില്ലെന്ന് തോന്നും. നമുക്കും ഇതിൽ ബന്ധമുണ്ട്. കല്യാണം കഴിച്ച ഉടനെ അദ്ദേഹം ദൈവമാണ്. പിന്നെ ജെന്റിൽമാനായി 2 ആഴ്ച. 1 മാസം കഴിഞ്ഞപ്പോൾ ഡോബർമാനായി. അത്ര തന്നെ. പിന്നെ ഭർത്താവിന് യാതൊരു വിലയുമില്ല. സംഭവിക്കാറുണ്ടോ? ഇല്ലേ? ആർക്കും മറുപടിയില്ല. അപ്പോൾ ഈ ദാശരഥി ഇങ്ങനെ അംഗവസ്ത്രമിട്ട് വരുന്നു. നാട്ടുകാരെല്ലാം ചിരിക്കുന്നു. എന്ത് മായയില്ല.
എല്ലാവരും പറഞ്ഞു ഇയാൾ ഉയരത്തേ ഇല്ല, ഇയാൾ ഇതാണ് എന്നൊക്കെ പറഞ്ഞ് തീരുമാനിച്ചു. അപ്പോൾ രാമാനുജാചാര്യർ ഒരു ദിവസം കണ്ടിട്ട്, ആരെയും അങ്ങനെ തള്ളിക്കളയരുത്. ദൈവം സൃഷ്ടിച്ചപ്പോൾ എല്ലാം ദൈവത്തിൻ്റെ അംശം, നമ്മളെല്ലാവരും മമൈവാംശോ ജീവ, ഇതിൽ ഉയർന്നതും താഴ്ന്നതും എന്താ ഉള്ളത്? ഈ ജന്മത്തിൽ നമ്മളെല്ലാം വിദ്യാഭ്യാസവും ധനവും ഒക്കെ ഉള്ളവരായി ജനിച്ചു. എന്ത് ഗ്യാരണ്ടി ഉണ്ട് അടുത്ത ജന്മത്തിൽ വല്ല നൈജീരിയ സൊമാലിയയിലൊക്കെ ജനിച്ചു പോയി എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് എന്തെങ്കിലും കൺട്രോൾ ഉണ്ടോ? ഇന്ന വീട്ടിൽ ഇത്ര പൈസയോട് ഇത്ര സൗന്ദര്യത്തോട് ഇന്ന തെരുവിൽ ജനിക്കണം എന്ന് നമ്മളാണോ നിശ്ചയിച്ചത്? ഇല്ല. സൊമാലിയയിൽ ജനിച്ചു, എന്തെങ്കിലും ചെയ്യാൻ പറ്റും? മൂന്നാമത്തെ ജന്മം പാറ്റയായിട്ട് ജനിച്ചു, എന്തെങ്കിലും ചെയ്യാം? പാറ്റ ഹസ്ബൻഡ്, പാറ്റ വൈഫ്, പാറ്റ ഫാമിലി, പാറ്റ ഡൂയറ്റ് സോങ് ഒക്കെ പാടേണ്ടി വരും. നമ്മളെ കയ്യിലില്ല. ഇതിൽ അഹങ്കരിക്കാൻ എന്താ ഉള്ളത്? അപ്പോൾ രാമാനുജാചാര്യർ പറഞ്ഞു, ആരെയും പരിഹസിക്കാനുള്ള അധികാരം നമുക്കില്ല, ആരെയും വഴക്ക് പറയാനുള്ള അധികാരവും നമുക്കില്ല. ഏത് കണ്ണീരെ കൈകൊണ്ട് തുടയ്ക്കുമോ ആ കയ്യിന് മാത്രമേ അടിക്കാനുള്ള അധികാരമുള്ളൂ. മനസ്സിലായോ? കൈയെടുത്ത് ആരുടെയെങ്കിലും കണ്ണീര് തുടച്ചിട്ടുണ്ടെങ്കിൽ ആ ആളെ അടിക്കാനുള്ള അധികാരം ആ കയ്യിനുണ്ട്. നമ്മൾ അടി മാത്രമേ ഉള്ളൂ, കണ്ണീര് തുടയ്ക്കുന്ന പരിപാടി ഒന്നുമില്ല. ആരെയും കുറ്റം പറയാനോ അവരിൽ കുറ്റം കാണാനോ ഉള്ള അധികാരം നമുക്കില്ല. രാമാനുജാചാര്യർ പറഞ്ഞു, ഞാൻ അയാളെ ശരിയാക്കാം. എത്ര മനസ്സിൽ കാമക്രോധാദികൾ ഉണ്ടെങ്കിലും ഭക്തി കൊണ്ട് അത് മാറ്റാൻ പറ്റുന്നതേ ഉള്ളൂ എന്ന് ചെന്നിട്ട് രാമാനുജാചാര്യർ ചോദിച്ചു ജമീന്ദാർ അടുത്ത്, നീ എന്താ ചെയ്യുന്നത്? ഇയാൾ ബിസിയായിട്ട് തോർത്തിട്ട് കൊടുത്തുകൊണ്ടിരിക്കുക. ആ ദാസി ഇങ്ങനെ നടന്നു. ആ ദാസിക്കും ഭയങ്കര ഇഷ്ടമായി. കാരണം എന്നെ ഒരാൾ ഇത്രയും ഇല്ലേ, ഇപ്പം നമ്മൾ നടന്നു വരുമ്പോൾ എല്ലാവരും നമ്മളെ നോക്കും. നമ്മളൊരു പുതിയ ഡ്രസ്സ്, ചിലർക്കൊക്കെ തോന്നുന്ന ഒരു കാറ്റത്തിങ്ങനെ ഫ്ലോട്ട് ചെയ്ത് വരുന്നതായിട്ടൊക്കെ തോന്നുന്നു. ആ സ്ത്രീക്കും ഭയങ്കര ഇഷ്ടമായി തന്നെ ഒരാൾ ആരാധിക്കുന്നത്. അതായത് പണത്തിനേക്കാളും വലിയ മായയാണ് അനുയായികൾ എന്ന മായ. അതുകൊണ്ട് ചൈതന്യ മഹാപ്രഭു പറഞ്ഞു, ന ധനം ന ജനം. ഈ അനുയായികളെ കൂട്ടണ പരിപാടിയും ശരിയല്ല. പണം കൂട്ടുമ്പോൾ നമുക്കൊരു തലയ്ക്കൊരു മായ പിടിക്കുന്നത് പോലെ. കാരണം പണം മതി എന്ന് പറഞ്ഞവരാരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ശമ്പളം കൊടുക്കുമ്പോൾ എത്രയൊന്നും വേണ്ട കേട്ടോ, എനിക്ക് പഴയത് ഇത് ചെലവ് ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങൾ അങ്ങനെയൊക്കെ പറയോ? എല്ലാം ഭഗവാന്റെ അനുഗ്രഹം. അതുപോലത്തെ ഒരു മായ തന്നെയാണ് ജനം. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ ചാനലിലൊക്കെ ആളെക്കൂട്ട എന്ത് മട്ടത്തരവും ഭ്രാന്ത് വേണമെങ്കിലും ആൾക്കാർ ചെയ്യും. കണ്ടിട്ടുണ്ടാവും നിങ്ങളെല്ലാം. ഇതിനേക്കാളും വലിയ കോപ്രായം വല്ലതും ഉണ്ടോ? എന്ത് ആളെക്കൂട്ടാൻ. ഇതൊരു വല്ലാത്ത മായയാണ്. അതിൽ 4-5 ഇത് യൂട്യൂബ് ഇൻഫ്ലുവേഴ്സ് അവരെ ചാനൽ താഴോട്ട് വന്നപ്പോൾ ആത്മഹത്യ വരെ ചെയ്തു. വയസ്സ് 16-17. എനിക്ക് ഇത്ര ലക്ഷം ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു, ഇതെല്ലാം പോയി, അത്രയും ആത്മഹത്യ ചെയ്തു. അങ്ങനെ ഭ്രാന്തൊക്കെ ഉണ്ട് അനുയായികൾ. അപ്പോൾ ഈ ലേഡി ഇങ്ങനെ എൻജോയ് ആസ്വദിക്കുക. ഈ ജമീന്ദാർ വലിയ ആൾ, അയാൾ തോർത്തിട്ട് നടക്കുന്നു. രാമാനുജാചാര്യർ ചോദിച്ചു, നീ എന്താ ചെയ്യുന്നത്? തിരിഞ്ഞു പോലും നോക്കാതെ ആ ദാസരഥി ഉത്തരം പറഞ്ഞു, ലോകത്തിലെ ഏറ്റവും സൗന്ദര്യമുള്ള കണ്ണുകളെ ഞാൻ കാണുകയാണെന്ന് പറഞ്ഞു. ഇതിനേക്കാളും സൗന്ദര്യമുള്ള കണ്ണ് ഞാൻ കണ്ടിട്ടില്ല, അത്രയ്ക്കും സൗന്ദര്യമുള്ള കണ്ണുകളെയാ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കുന്നില്ല ആരാ സംസാരിച്ചെന്ന് പോലും. രാമാനുജാചാര്യ പറഞ്ഞു, ദാശരഥി, ഇതിനേക്കാളും സൗന്ദര്യമുള്ള കണ്ണുകളെ ഞാൻ കാണിച്ചാൽ നീ എന്ത് ചെയ്യും? അപ്പോഴാണ് ഇതാരാ പറയണേന്ന് തിരിഞ്ഞു നോക്കുന്നത്. ഇതിനേക്കാളും സൗന്ദര്യമുള്ള കണ്ണുകൾ ഈ പ്രപഞ്ചത്തിലില്ല എന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം, നാളെ നീ ഇന്ന സ്ഥലത്ത് വാ എന്ന് പറഞ്ഞു. അപ്പോൾ രാവിലെ തന്നെ ഇയാൾ എല്ലാം റെഡിയായിട്ട് ഇതിനേക്കാളും സൗന്ദര്യമുള്ള കണ്ണുകളെ കാണാനായിട്ട് രാമാനുജാചാര്യ വന്നു. അപ്പോൾ ഈ ലേഡിയും വന്നു. എനിക്കുണ്ടായിരുന്ന ഫോളോവറിനെയും കൂടെ നശിപ്പിച്ചു. അത് എന്നാൽ എന്നെക്കാളും ഭംഗിയുള്ള അതും കൂടെ കാണാൻ ആ സ്ത്രീയും കൂടെ വന്നു. രാമാനുജാചാര്യർ അവരെ രംഗനാഥസ്വാമിയുടെ ക്ഷേത്രത്തിനകത്താണ് വിളിച്ചുകൊണ്ട് പോയിട്ട്
രാമാനുജാചാര്യർ പ്രത്യേകം രംഗനാഥസ്വാമി എടുത്ത് പ്രാർത്ഥിച്ചു, ഭഗവാനെ മായയുടെ അന്ധകാരത്തിൽ കിടക്കുക. ചിലപ്പോൾ നമുക്കും അത് തോന്നാറുണ്ട്. നമ്മൾ ജയിലിൽ പോയി ക്ലാസ് നടത്താറുണ്ട്, ഗീതാ ക്ലാസ്സൊക്കെ. ഇപ്പം ഇവിടെ ഇതുപോലെ സംസാരിക്കുന്ന പോലെ എവിടെ പോയി സംസാരിക്കാറുണ്ട്? ജയിലിൽ. പിന്നെ കുറച്ച് ദൂരെ ഇരിക്കും നമ്മൾ, കാരണം അവർ ദേഷ്യം വന്നാൽ എന്ത് ചെയ്യുന്നറിയില്ല. പക്ഷെ അവിടെ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈ സിദ്ധാന്തങ്ങൾ അവരെടുത്ത് പറയുമ്പോൾ അവരെ തലയ്ക്കകത്ത് കയറുന്നില്ല. നമ്മൾ ശരീരമല്ല ആത്മാവാണ് ദൈവം ഇതൊക്കെ പറയുമ്പോൾ ഇപ്പം നിങ്ങളെല്ലാവരും ഇരുന്ന് ചിരിച്ച് കേൾക്കുകയല്ലേ. ചിലരൊക്കെ എന്നാൽ നിർത്തിയെങ്കിൽ കൊള്ളായിരുന്നു എന്നാലും ചിരിച്ചുകൊണ്ടിരിക്കും ഇല്ലേ. ചിലർ കണ്ണു തുറന്ന് ഉറങ്ങും, പക്ഷെ അവർ ഒരു അനക്കവും ഉണ്ടാവില്ല. ഞാൻ തന്നെ തമാശ പറഞ്ഞ്, ഞാൻ തന്നെ ചിരിച്ച്, ഒരു അനക്കവും ഉണ്ടാവും. ഹരേ കൃഷ്ണ എന്ന് പറഞ്ഞാൽ അവർ എണീറ്റ് പോകും. നല്ലോണം നമുക്ക് മനസ്സിലാവും അവരെ പെനീട്രേറ്റ് ചെയ്യുന്നില്ല ഈ പറയുന്ന വസ്തുക്കൾ, വിഷയങ്ങൾ. ഡൈല്യൂട്ട് ചെയ്ത് എത്ര സിമ്പിളായിട്ട് പറഞ്ഞാലും ഒരു അനക്കവും ഉണ്ടാവില്ല. അതായത് അവരെ ലൈഫ് അങ്ങനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർ വളർന്ന വിധം, ജനിച്ച വിധം, അവരെ ചുറ്റുപാട്, സാഹചര്യം, അവർക്ക് ഒന്നേ അറിയാവൂ, എൻ്റെ കയ്യിൽ ഇത് വേണം, അതിനെ ഞാൻ ഗ്രാബ് ചെയ്യുക, ഇത് മാത്രം. മൃഗത്തിനെ പോലെ. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു മാമ്പഴമുണ്ട്, കുരങ്ങൻ വന്നു. കുരങ്ങൻ എന്ത് ചെയ്യും? ഹരേ കൃഷ്ണ പ്രഭു എനിക്കൊരു പീസ് തരും അങ്ങനെയൊക്കെ ചോദിക്കുമോ? അതങ്ങ് ഗ്രാബ് ചെയ്യും, പിടിച്ചെടുക്കും. അത്രയും മൃഗങ്ങൾക്ക് അത്രയും അറിയാവും, അതിന് വിഷമം, അതിന് വേണം. അത് സമാനമായ ജനങ്ങളാണ് ഇവരൊക്കെ. വളരെ സങ്കടം തോന്നും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? കുറേ കീർത്തനം ചെയ്യും. കീർത്തനം അവർ പാടും. പിന്നെ അമ്പലത്തിൽ നിന്ന് കുറേ സ്വീറ്റ് കൊണ്ടുപോയി കൊടുക്കും, അതെല്ലാം കഴിക്കും. കുറച്ച് സംസാരിക്കും, അത്രയേ ഉള്ളൂ. അധികം ഫിലോസഫി അവർ കേൾക്കില്ല. അത്രയ്ക്കും മായയുടെ ആഴത്തിലുള്ളവരവരെല്ലാം. കാണുമ്പോൾ തന്നെ കഷ്ടം തോന്നും. അപ്പോൾ രാമാനുജാചാര്യ രംഗനാഥസ്വാമിയുടെ മുമ്പേ ചെന്നിട്ട് പറഞ്ഞു, ഈ ദാസരഥി മായയുടെ പിടിയിൽ ആഴത്തിൽ കിടക്കുകയാ. ദൈവം എന്താണ്, ധർമ്മം എന്താണ്, സത്യം എന്താണ് ഒന്നുമേ അറിയാത്ത മനുഷ്യൻ. ഭഗവാൻ ഇയാൾക്ക് എല്ലാവർക്കും കൊടുക്കുന്ന കാരുണ്യം കൊടുത്താൽ പോരാ, ഇയാൾക്ക് എക്സ്ട്രാ കാരുണ്യം കൊടുക്കണമെന്ന് രംഗനാഥസ്വാമി എടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ രംഗനാഥസ്വാമി അന്ന് എന്ത് ചെയ്തു? ഇത് പുരാണങ്ങളും ചരിത്രവും പറയുന്നു, ശരിക്കും തൻ്റെ കൃപാകടാക്ഷം ഭഗവാൻ കണ്ണു തുറന്നു. അത് കണ്ടപ്പോൾ ദാസരഥി സ്തംഭിച്ചു പോയി. ഇത്രയും സൗന്ദര്യം. ഇപ്പോൾ ദേവിയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ, കൃഷ്ണനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ, മീനകേതന, മീനാക്ഷി, കമലാക്ഷി, പദ്മാക്ഷി. ഭഗവാന്റെ കണ്ണ് എങ്ങനെ ഉണ്ടാവും? ഇവിടം തൊട്ട് തുടങ്ങി ചെവി വരെ ഇത്ര നീളത്തിൽ വലിയ കണ്ണായിരിക്കും. അതൊരു പ്രത്യേക സൗന്ദര്യം എന്നാണ് പറയണേ. കണ്ണൊക്കെ ഇങ്ങനെ തുറന്ന് അടയ്ക്കണത്. നമുക്കങ്ങനത്തെ കുട്ടി കുട്ടി കണ്ണാണ്. അതുകൊണ്ട് കൺമഷി വരച്ചങ്ങ് വലുതാക്കും. എങ്ങനെയെങ്കിലും വലുതായാൽ പോരെ. അപ്പോൾ ഭഗവാൻ തൻ്റെ കണ്ണുകൾ തുറന്നപ്പോൾ ആ ദാസരഥി കണ്ട്, ഇതിനെപ്പോലെ സൗന്ദര്യമുള്ള കണ്ണുകൾ എൻ്റെ ജീവിതത്തില്ലെന്ന് പറഞ്ഞ് ആ നിമിഷം ആ ജമീന്ദാർ എന്ത് ചെയ്തു? എൻ്റെ ജീവിതം ഈ ഭഗവാന് ഞാൻ അടിയറ വയ്ക്കാം. അപ്പം സാഷ്ടാംഗം ശരണാഗതി. ഒറ്റ ദിവസം കൊണ്ട് ആ നിമിഷം ഇത്ര കാമക്രോധാദികളിൽ കുടുങ്ങിക്കിടന്ന മനുഷ്യൻ ഒരു ക്ഷണം കൊണ്ട് രാമാനുജാചാര്യരുടെ സംഘം കൊണ്ട് കംപ്ലീറ്റ്ലി മാറി മഹാഭക്തനായി. ഞാൻ ഈ കൂട്ടത്തിൽ ചിലരെ 15 കൊല്ലമായിട്ട് കാണും, ഒരു മാറ്റവും ജപിക്കാൻ പറഞ്ഞ് ശരിയാവുന്നില്ല. ചിലരിടത്ത് ഓരോന്ന് പറഞ്ഞു അങ്ങനെ. പക്ഷെ ഒരു നിമിഷം കൊണ്ട് മാറി. ആര്? ദാസരഥി ഒരു നിമിഷം കൊണ്ട് മാറി. അത് കഴിഞ്ഞ് രാമാനുജാചാര്യർക്ക് പ്രിയപ്പെട്ട ശിഷ്യനായി മാറി അദ്ദേഹം. അപ്പം എന്തായി? ചെറിയൊരു മത്സരം വന്നു. നമ്മളെല്ലാം ഇത്ര കാലം ആചാര്യൻ്റെ ശിഷ്യനായിട്ടുണ്ട്, പ്രധാനപ്പെട്ട ആൾക്കാരാ, നമുക്ക് ആ വേദമറിയാം, ഇതറിയാം, ആ ഗ്രന്ഥമറിയാം, ശ്ലോകമറിയാം, മന്ത്രമറിയാം, ആചാരം, അനുഷ്ഠാനം എല്ലാം അറിയാം. ഇന്നലെ വന്ന ഭൗതികതയിൽ കടന്ന ദാസരഥി ഗുരുവിൻ്റെ പ്രിയപ്പെട്ടവനായി മാറിയല്ലോ. എല്ലാവർക്കും അസൂയ തുടങ്ങി. കാരണം ഗുരു സംസാരിക്കുന്നു. മാത്രമല്ല ദാസരഥി എന്നും വരുമ്പോൾ ആശ്രമത്തിൽ ധനം, ധാന്യം ദാനം ചെയ്തുകൊണ്ടേയിരിക്കും. എല്ലാ അന്നദാനം, പണം, അതൊക്കെ ഗുരുവിന് ആവശ്യമായതെല്ലാം കൊടുക്കും. ഇതുകൊണ്ട് ഇവരുടെ അസൂയ കൂട്ടി. അപ്പം ഇവരെന്ത് ചെയ്തു? എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കി ഇയാളെ പുറത്താക്കിയാലേ ശരി. ആരാ? വലിയ വലിയ സന്യാസികളാണ് പ്ലാൻ ചെയ്യുന്നത്. എങ്ങനെയെങ്കിലും ആരെ പുറത്താക്കണം?
ദാസരഥിയെ പുറത്താക്കണം എന്ന് പ്ലാൻ ചെയ്ത് എന്ത് ചെയ്തു? എല്ലാം കൂടെ രാത്രി, ഇവൻ്റെ പണമാണല്ലോ പ്രശ്നം, ഒറ്റ രാത്രി കൊണ്ട് ഈ ദാസരഥിയുടെ വീട്ടിലുള്ള സർവത്ര പണവും മോഷ്ടിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് തീരുമാനിച്ച് മോഷ്ടിക്കാൻ വേണ്ടി ഇറങ്ങി സന്യാസിമാർ. രാമാനുജാചാര്യർ പറഞ്ഞു ദാസരുടെ അടുത്ത്, എന്തായാലും നീ ആ സ്ത്രീയെ മോഹിച്ചു, നിങ്ങൾ രണ്ടുപേരും വിവാഹം കഴിച്ച് ഭഗവാനെ സേവിക്കുക. ആ സ്ത്രീയെ തന്നെ, ആ ദാസിയെ തന്നെ ദാസരഥി എന്ത് ചെയ്തു? വിവാഹം കഴിച്ചു. അന്ന് രാത്രി ഇവരെല്ലാം അവരുടെ വീട്ടിൽ മോഷണത്തിനായി പോയി. ആരുടെ വീട്ടിൽ? ദാസരഥിയുടെ വീട്ടിൽ സന്യാസിമാരെല്ലാം പ്രിപ്പയർഡായിട്ട് പോയി. രാത്രി വീട്ടിൽ ഓടൊക്കെ ഇളക്കി എല്ലാം ജനലിൽ കൂടെ അവിടെ കൂടെ എല്ലാം ഇറങ്ങി ആവശ്യമായ സ്വർണം ഉള്ളത് മുഴുവനും വാരിപ്പ് വലിയ പൊതിയായി കെട്ടി എല്ലാം എടുത്തു. തിരിച്ചു പോകാനുള്ള സമയം നോക്കിയപ്പോൾ ഈ ദാസിയുടെ കയ്യിൽ നല്ല ഒരു വിലപിടിപ്പുള്ള ആഭരണം, നല്ല വജ്രമെല്ലാം ഡയമണ്ടൊക്കെ ഉള്ള ഒരു വളയുണ്ട്. സന്യാസിമാരിത് എന്തായാലും വന്ന് അതും കൂടെ ഇളക്കിയെടുത്തുകൊണ്ട് പോവാം. അപ്പോൾ പതുക്കെ ആ സ്ത്രീയുടെ കയ്യിലിരുന്ന് ആ വള എടുത്ത് മാറ്റി. അപ്പോൾ പെട്ടെന്ന് ആ സ്ത്രീ ഉണർന്ന് തിരിഞ്ഞപ്പോൾ എല്ലാം കൂടെ പേടിച്ചങ്ങ് ഓടി. അവർ പോയതിന് ശേഷം ദാസരഥി എണീറ്റ് ചോദിക്കുക ഭാര്യ എടുത്ത്, നീ എന്ത് മണ്ടത്തരവാ കാണിച്ചത്? ആ ഗുരുവിൻ്റെ ശിഷ്യന്മാർ, സന്യാസി, നമ്മുടെ ദൈവ സഹോദരന്മാർ എന്ത് കഷ്ടമാണോ എന്നറിയില്ല, ആശ്രമത്തിൽ ചോദിക്കാൻ മടിച്ചിട്ട് അവർ വന്ന് ഇതെല്ലാം എടുക്കുന്നു, ഞാൻ മിണ്ടാതെ, നീ എന്തിനാ എണീറ്റത്? ഇവരറിയാതെയില്ല. ആ സ്ത്രീ പറഞ്ഞു, അയ്യോ ഞാൻ എണീറ്റതല്ല, ഇപ്പുറത്ത് കയ്യിലുള്ള വളയും കൂടെ എടുത്തോ എന്ന് പറഞ്ഞ് ഞാൻ തിരിഞ്ഞതാ എന്ന് പറഞ്ഞു. പിന്നെയും അവർ അടുത്ത ദിവസം തൊട്ട് ആശ്രമത്തിൽ വന്നു. ഒരക്ഷരം ഇങ്ങനെ സംഭവിച്ചു എന്ന് ആരിടത്തും പറഞ്ഞിട്ടില്ല. ഇതാണ് ശരിക്കുമുള്ള ആത്മീക. നമ്മൾ അങ്ങനെയല്ല. ഒരു പല്ലുവേദന വന്നാൽ മതി, കംപ്ലീറ്റ് വാട്സപ്പ് ഗ്രൂപ്പിലിട്ട് ലോകം മൊത്തം അറിയിച്ച് എൻ്റെ പല്ല് വേദനയാണ്, ഞാൻ ഉണ്ടാക്കിയ ഇഡ്ഡലിയാ, ഞാൻ ഉണ്ടാക്കിയ പപ്പടവാ, അയ്യോ സുഖമാണോ, ഓ ഞാൻ ഉണ്ടാ ചത്തന്നൊക്കെ ആരാ അന്വേഷിക്കും. ഇങ്ങനെ പരിഭവം പരാതി. നമ്മളുടെ വീട്ടിലുള്ള അത്ര സ്വർണം സന്യാസിമാരെടുത്തുകൊണ്ട് പോയിട്ടും പതിവ് പോലെ അവരടുത്ത ദിവസവും ആശ്രമത്തിൽ വന്നു, യാതൊരു പരാതിയില്ല. എന്നിട്ടും ഇവർക്ക് അവരടുത്തുള്ള ശത്രുത മാറിയില്ല. രാമാനുജാചാര്യർ മനസ്സിലാക്കി ഈ കാര്യങ്ങളൊക്കെ. ഇവർക്കൊരു നല്ല പാഠം പഠിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? ഈ സന്യാസിമാരെല്ലാം ഉറങ്ങിക്കിടന്നു. ഇവർക്കെല്ലാം ഒറ്റ വസ്ത്രം, 2 വസ്ത്രമേ ഉള്ളൂ. ഇന്നും അങ്ങനെ സത്യസന്ധമായ സന്യാസിമാരൊക്കെ ജീവിക്കുന്നുണ്ട്. ഇവിടെ ആരെങ്കിലും 2ഉം 3ഉം ഡ്രസ്സ് മാത്രം ഉള്ളവരുണ്ടോ? ചിലരൊക്കെ എവിടെയോ യാതൊരു ബന്ധവും. അങ്ങനത്തെ സന്യാസിമാരുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരേ ഒരു വസ്ത്രം തന്നെ ഇങ്ങനെ കഴുത്തിൽ കെട്ടി ഒറ്റ വസ്ത്രം കൊണ്ടാണ്, അത്രയേ ഉള്ളൂ. ഈ രാമാനുജാചാര്യർ എന്ത് ചെയ്തു? രാത്രി ഈ മഠത്തിനകത്ത് കയറി സന്യാസിമാരെല്ലാം ഉറങ്ങിക്കിടക്കുക, അവരുടെ വസ്ത്രമുണ്ട്, ആകെ ഒരു വസ്ത്രമേ ഉള്ളൂ. വേറെ ഒന്നും ചെയ്തില്ല. ഈ വസ്ത്രം എടുത്ത് അപ്പുറത്ത് വെച്ചു, അവരുടെ വസ്ത്രം എടുത്ത് ഇപ്പുറത്ത്, സ്ഥലം മാത്രം മാറ്റി വെച്ചു, ഇത്രയേ ചെയ്തുള്ളൂ. അടുത്ത ദിവസം രാവിലെ മഠത്തിനകത്ത് ഒരു WWF യുദ്ധം നടന്നു. എൻ്റെത് നീ എടുത്തോ, നിൻ്റെത് ഞാനെടു, അടിയോടടി. അപ്പം രാമാനുജാചാര്യർ പറഞ്ഞു, അത്രയും സ്വർണം നഷ്ടപ്പെട്ടിട്ടും ഒരാൾ പരാതി പറഞ്ഞു, ഒരു വാക്ക് പരാതി. നിങ്ങളുടെ വസ്ത്രം സ്ഥലം മാറിയതിന് ഇത്രയും ഇതിൽ ആരാ യഥാർത്ഥ സന്യാസി എന്ന് ചോദിച്ചു. ആരാണ്? ദാസരഥി. അപ്പൊ അത്രയ്ക്കും കാമക്രോധാദികളിൽ കിടന്ന ദാസരഥി ഭക്തി കൊണ്ടങ്ങ് ഉയർന്നു. അപ്പം നമ്മൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് അസൂയയ്ക്ക് നമ്മൾ ടിപ്സ് പറഞ്ഞു. എന്താണ് പ്രാക്ടീസ്? അസൂയ മാറാൻ എന്ത് പ്രാക്ടീസ് ചെയ്യണം? അദ്ദേഹത്തിനെ സ്തുതിക്കണം, അദ്ദേഹത്തിനെ അപ്രിഷ്യേറ്റ് ചെയ്യുക. ആരെടുത്താണോ നമുക്ക് അസൂയ, അയാളെ 10 പേരെടുത്ത് അപ്രിഷ്യേറ്റ് ചെയ്യുക. ആദ്യം നമ്മൾ മെക്കാനിക്കലി ആയിരിക്കും ചെയ്യുന്നത്, പക്ഷെ അത് ക്രമേണ ശരിയാവും. പിന്നെ മോഹയുടെ മരുന്നെന്താ? സത്സംഗം. ഡംഭം, അഹങ്കാരം, പ്രൈഡിന് മരുന്നെന്താ? ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിക്കുക. കാമക്രോധാദികൾക്ക് ടിപ്സ് ഒന്നുമില്ല, ഭഗവാൻ വിചാരിച്ചാൽ മാത്രം. കാരണം അത് വല്ലാത്ത ഒരു വേര.
കാരണം കാമക്രോധാദികളിൽ കുടുങ്ങിയ എത്ര പേരുണ്ട്. വിശ്വാമിത്രൻ്റെ 10,000 വർഷ തപസ്യ മേനക കാരണം ആ ഒരു നിമിഷം കൊണ്ടുപോയി. ഇങ്ങനെ അനേകം ഉദാഹരണങ്ങളുണ്ട്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ Krishna Krishna Hare 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 Rama Rama Rama